അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ഉൽപ്പന്നം പുറത്തിറങ്ങി. ഞാനിപ്പോഴാണ് ഇത് അറിയുന്നത്. നേരത്തെ ഉണ്ടാകുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതിഗുരുതരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും മദിരാക്ഷികളുടെയും ഈറ്റില്ലമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന വാർത്തകൾ മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. മയക്കുമരുന്നിൻ്റെ പേരിൽ ഉമ്മയെന്നോ വാപ്പയെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ അനുജനെന്നോ ജ്യേഷ്ഠനെന്നോ വ്യത്യാസമില്ലാതെ അടിച്ചു കൊല്ലുന്ന ഒരു പ്രവണത ഇന്നലെയും വൈകുന്നേരം താമരശ്ശേരിയിൽ കണ്ടതും കേട്ടതും അതാണ്. ഇതിനെതിരിൽ സമൂഹം ഉണരണം. അതിശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളും നിയമവ്യവസ്ഥകളും നടപ്പിൽ വരുത്തണം. ഇവിടെ നിയമങ്ങൾ നല്ലതുപോലെയുണ്ട്. പക്ഷേ അത് നടപ്പിൽ വരുത്താത്തതിൻ്റെ പേരിലാണ് ഈ കാണുന്ന എല്ലാവിധ അതിക്രമങ്ങൾക്കും കാരണം. കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ ടീച്ചർ പറഞ്ഞത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫിലുള്ള തെറ്റിനെ സംബന്ധിച്ച് ഗൾഫിൽ നടത്തപ്പെടുന്ന ശിക്ഷാ നടപടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതുപോലില്ലെങ്കിൽ പോലും കുറേയൊക്കെ ശിക്ഷാ നടപടികൾ നടപ്പാക്കിയാൽ അതിനെ പേടിച്ചെങ്കിലും ജീവിക്കുന്ന ഒരു സമൂഹം വളരും. ഇത് കൊന്ന വ്യക്തികളെ, കൊലയാളികളെ പോലീസിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി, സുരക്ഷതയോടുകൂടി പരീക്ഷ എഴുതിപ്പിക്കുന്ന ദാരുണമായ അവസ്ഥയാണ്. ഇപ്പോൾ ഇതാ പേനയും ഇറങ്ങിയിരിക്കുന്നു, സ്റ്റാമ്പും അതേപോലെ പല വസ്തുക്കളും ഇറങ്ങി നമ്മുടെ കുട്ടികളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പേന പോക്കറ്റിൽ കുത്തി വീട്ടിലേക്ക് കയറി വരുന്ന മകനോട് എന്ത് ചോദിക്കാൻ? പരീക്ഷ എഴുതി അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന കുട്ടികളുടെ പോക്കറ്റിൽ പേനയല്ലേ ഉണ്ടാവുകയുള്ളൂ. നാം ഈ പേന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു കുഴപ്പവുമില്ല, നല്ല ചെറിയൊരു പേന. പക്ഷേ ആ പേന മുഴുവനും മയക്കുമരുന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ട്, മാതാപിതാക്കളും ബന്ധുമിത്രാദികളും മറ്റുള്ളവരൊക്കെ ഈ വിഷയം ആലോചിക്കുകയും നമ്മുടെ കുട്ടിയുടെ കയ്യിലുള്ള പേന ഇത്യാദി പേനകളാണോ എന്ന് പരിശോധിക്കേണ്ടതും ആവശ്യവും അത്യാവശ്യവുമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീൻ.